ഹലോ, എല്ലാവരും മൈലാഞ്ചിയൊക്കെ ഇട്ടാം. കർക്കിടക മാസമൊക്കെ കഴിയുമ്പോൾ എല്ലാവരും മൈലാഞ്ചിയൊക്കെ ഇടൂലേ. ഞങ്ങൾ പണ്ട് മൈലാഞ്ചിയൊക്കെ ഇങ്ങനെ ഇടുമായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഈ കർക്കിടക മാസത്തിൽ ശരിക്കും നമ്മൾ എന്തിനാണ് മൈലാഞ്ചി ഇടണത്, മുക്കുറ്റി കുറി തൊടുന്നത് എന്തിനാണെന്നൊന്നും അറിയില്ല. ഇത് വരുമ്പോഴും എല്ലാവരെയും പോലെയും മൈലാഞ്ചി ഇടും, തൊടും. അപ്പോൾ ഇപ്പോഴാണൊക്കെയാണ് കുറേ മുന്നൊക്കെയാണ് മനസ്സിലായത്. നമ്മൾ പിന്നെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കാൻ തുടങ്ങി, എന്താണ് ഈ മൈലാഞ്ചി കർക്കിടകത്തിലൊക്കെ ഇടുന്നതിൻ്റെ ഇതെന്ന്. അപ്പോൾ ഞങ്ങളുടെ അവിടെയുള്ള അടുത്തുള്ള ചേച്ചി അവർ പറഞ്ഞു തരാം, നമ്മൾ ഈ മഴക്കാലമൊക്കെ അല്ലേ, കർക്കിടക മാസമൊക്കെ വരുമ്പോൾ അപ്പോഴല്ലേ ഈ വളങ്കടിയും കാര്യങ്ങളൊക്കെ വരുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും മൈലാഞ്ചിയൊക്കെ ഇടൽ ഇതൊക്കെ ആയി തുടങ്ങിയിട്ടുള്ളത്. അതാണ് ഈ കർക്കിടകം. അപ്പോൾ അത് ഈ വളങ്കടിക്കും ചൊറിച്ചിലിനും ഒക്കെ മൈലാഞ്ചി നല്ലതല്ലേ, അതാണ് ഈ മൈലാഞ്ചി ഇടുന്നത് എന്ന്. അതുപോലെ മുക്കുറ്റി കുറി തൊടുന്നത് ഈ ഔഷധങ്ങളുടെയൊക്കെ ഒരു സമയമല്ലേ ഈ കർക്കിടക മാസം പറയുമ്പോൾ, നമുക്ക് അസുഖങ്ങളുടെയും അപ്പോൾ അതിനൊക്കെ മരുന്ന് കഴിക്കലും അങ്ങനെയൊക്കെയില്ല. അപ്പോൾ ഈ കുറി കർക്കിടകത്തിൽ മുക്കുറ്റി നമ്മളിങ്ങനെ ഇതായിട്ട് തൊടുമ്പോൾ നമ്മുടെ ഈ നെറ്റിയുടെ നടുഭാഗത്തല്ലേ, അപ്പോൾ അവിടെ നമുക്ക് എല്ലാ നാഡികളും ഒക്കെ ഇതാവണതല്ലേ, അപ്പോൾ അവിടെ കൊണ്ട് നമുക്ക് തൊട്ടുമ്പോൾ നല്ലതാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ എന്തായാലും ഞങ്ങളിതാ മൈലാഞ്ചിയൊക്കെ ഇട്ടു. ഞങ്ങളിവിടെ മൈലാഞ്ചി പൊട്ടിച്ചിട്ട് ഇവിടെ ഞാൻ കുറേ കുത്തിയിട്ടുണ്ട് കേട്ടോ, വേലിയായിട്ടും ഇവിടെയൊക്കെ ഉണ്ട്, ഉണക്കി പൊടിച്ചതാണ്. അപ്പോൾ അതൊക്കെ ഇട്ടു ഞങ്ങൾ. പിന്നെ ഇത് നാളെ 1-ാം തീയതി കർക്കിടകം. അപ്പോൾ ഞങ്ങളിനി നാളെ തൊട്ട് ഞങ്ങളും മുക്കുറ്റിക്കുറിയൊക്കെ തൊടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.